Praise the Lord. Hallelujah. Stotram, 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 stotram. Praise the Lord. Hallelujah. Stotram, stotram, stotram. കർത്താവെ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇശപ്പാദയുടെ സാന്നിധ്യം ഹസ്തുര മനഘടകജനക ക്ഷതരാജകനറിബാല വൈഡമന ഘടകജനഗതികലപ ശംധുരാജന. പരിശുദ്ധനെ ഞങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി. പരിശുദ്ധനെ ഞങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി. ഹല്ലേലൂയ. ഉഡാമാനറിയാത രാജന വൈഡകി രഗതലപ ശംധുര. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പ്രശംസനായി സ്തീഖാവ ശംധുര അടക രഗതി റീബാലവ ശൈതരാജന റിഖമന ഘടകജനഗതികാലവ. കർത്താവെ നന്ദിയോടെ 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 അങ്ങയെ സ്തുതിക്കുന്നു നാഥനെ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. പരിശുദ്ധമാവേ അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ശബല രഗത ജഗന രഗത ശാന്തേ രഗതേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. Praise the Lord, 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 praise the Lord. Hallelujah. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമന ഘടകജനഗതികാലപ ശൈതരാജന. ആമേൻ. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന കർത്താവെ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശംധേ രഗതേ രഗതം ജാന വൈഡക. കർത്താവെ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. ആമേൻ. വലിയവനായ കർത്താവ്. ആമേൻ. സ്തോത്രം. ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല പകലിൽ ദൈവത്തിൻ്റെ വചനവുമായി സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, വിശേഷാൽ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൽ കടന്നു വരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല സമയത്തെ കർത്താവ് എനിക്ക് വേണ്ടി വേർതിച്ചതിനായി ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ പേജിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കുന്ന ഈ പേജിലെ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലിൽ നാം ഒരുമിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇപ്രകാരം അവസരം ഒരുക്കിയ പ്രിയ റോസലാൻഡിയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായി കർത്തൃദാസിയെ അനുഗ്രഹിക്കട്ടെ. പ്രിയദാസിയിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന ഓരോ മിനിസ്ട്രിയും ദൈവനാമ മഹത്വത്തിനും അനേകരുടെ വിടുതലിനും ആത്മീയ അഭിവൃദ്ധിയും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവവചനത്തിൻ്റെ മുമ്പാകെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. നാം അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ ചിലവഴിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവനാമ മഹത്വമെടുക്കുവാൻ, നമ്മുടെ ആത്മീയമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടി ചില സമയങ്ങളെങ്കിലും നാം മാറ്റിവെക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരേണ്ടതിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഈ സമയം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ളതായിരിക്കുന്ന ചില വേദഭാഗങ്ങളാണ്. അവിടെ സ്തോത്രം ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പൗലോസിൻ്റെതായിരിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെയുണ്ട്. ഹല്ലേലൂയ. ഇതൊരു വലിയ വാക്യമാണ്. 15-ാമത്തെ വാക്യം മുതൽ തുടങ്ങി 19-ാമത്തെ വാക്യത്തിലാണ് ഈ വാക്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഒരു വലിയ വാക്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രചിച്ചതായിരിക്കുന്ന ഒരു ലേഖനമാണ്.
ആമേൻ. നമുക്കറിയാം പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു തന്നെ ഡയറക്റ്റ് പൗലോസിന് പ്രത്യക്ഷനായിട്ട് തൻ്റെ ശിഷ്യനായി വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കർത്തൃദാസനാണ് പൗലോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവനാമത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ആമേൻ എത്രത്തോളം ആമേൻ ആയിത്തീരുവാൻ സാധിക്കുമോ അത്രത്തോളം ആമേൻ ആയിത്തീർന്ന ആമേൻ അത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെട്ടതായിരിക്കുന്ന ഒരു ശിഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിരവധി ആമേൻ സഭകളെ സ്ഥാപിച്ച വ്യക്തി, ആമേൻ സ്തോത്രം, നിരവധി ലേഖനങ്ങൾ എഴുതിയ വ്യക്തി, ആമേൻ സ്തോത്രം, അനേകരെ ആമേൻ ക്രിസ്തുവിലൂടെ തന്റെ മക്കളായി ആമേൻ ജനിപ്പിച്ച ആമേൻ വ്യക്തി. ഹല്ലേലൂയ. ആമേൻ ക്രിസ്തുവിന് വേണ്ടി നിരവധി ആമേൻ കഷ്ടങ്ങളെ സഹിച്ച വ്യക്തി. ഹല്ലേലൂയ. ആമേൻ മിഷണറി യാത്രകൾ നടത്തിയ വ്യക്തി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, നിരവധി ആമേൻ പ്രതികൂലങ്ങളെ തരണം ചെയ്ത വ്യക്തി. ആമേൻ ഹല്ലേലൂയ. താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ് താനായിരുന്ന സമൂഹത്തില്, താനായിരുന്ന സഭയില് എത്രത്തോളം ശുഷ്കാന്തിയോടുകൂടി ആമേൻ പൗലോസ് പ്രവർത്തിച്ചുവോ അതേ അളവിൽ തന്നെ അതിലുപരിയായി ആമേൻ യേശു തന്റെ ശിഷ്യനായി വേർതിരിച്ചതിന് ശേഷം ആമേൻ പൗലോസ് പ്രവർത്തിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ നാം ആയിരുന്ന അവസ്ഥയിൽ നിന്ന് യേശു നമ്മെ വിളിച്ച് വേർതിരിച്ച് യേശുവിന്റെ മക്കളാക്കി തീർത്തതിന് ശേഷം ആമേൻ നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നു? ഹല്ലേലൂയ. നമ്മെ വിളിച്ച, നമ്മെ വേർതിരിച്ച, നമ്മെ രക്ഷിച്ച, നമ്മുടെ പാപങ്ങളെ മോചിച്ച ആമേൻ യേശുവിന് വേണ്ടി നാം എന്ത് സഹിക്കുന്നു, നാം ഏത് അളവിൽ ആമേൻ ആ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, നമ്മുടെ ആത്മീയ നിലവാരം എന്താണ്? ഹതുരഘടകജന ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആമേൻ നമ്മെ രക്ഷിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നാം എപ്രകാരമായിരിക്കുന്നുവെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ആമേ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ആമേ പൗലോസിനെ യേശു വിളിച്ചു വേർതിരിച്ചതിന് ശേഷം ആമേ ശൗലായിരുന്ന പൗലോസിനെ ആമേ തന്റെ ആമേൻ ആയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആ സ്തോത്ര സമൂഹത്തിന് വേണ്ടി, താനായിരുന്ന വിശ്വാസ മാർഗത്തിന് വേണ്ടി, ആമേൻ ന്യായ പ്രമാണത്തിന് വേണ്ടി എത്രത്തോളം ശുഷ്കാന്തിയോടുകൂടെ പൗലോസ് ആയിരുന്നുവോ ആമേൻ യേശു തന്നെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം ആമേ തന്റെ ജീവിതകാലം മുഴുവനും ആമേ തനിക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിയുമോ അത്രത്തോളം യേശുവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, യേശുവിന് വേണ്ടി ഹല്ലേലൂയ പോരാടുവാൻ ആമേ പൗലോസിന് സാധിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിച്ച കർത്താവിന് വേണ്ടി നമ്മാലാവോളം പ്രൈസ് ദി ലോർഡ് നാം നിൽക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് യോഗ്യമല്ല, നമ്മുടെ വിശ്വാസത്തിന് യോഗ്യമല്ല, നമ്മുടെ ഭക്തിക്ക് യോഗ്യമല്ല, നമ്മുടെ ആത്മീയത്തിന് യോഗ്യമല്ല. എങ്കിലും ആമേൻ സ്തോത്രം, പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് മാറ്റുരച്ചുകൊണ്ട് ആമേൻ നാം നിൽക്കുമ്പോൾ ആണ് നാം ക്രിസ്തുവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം നിൽക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആ പൗലോസാണ് ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. എഫേസോസ് എന്ന് പറയുന്നത് ആമേൻ ഒരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവൻ വന്നു ചേരുവാൻ തക്കവണ്ണമുള്ളതായ അവൻ ഒരു വലിയ അവൻ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു എഫേസോസ് എന്ന് പറയുന്ന പട്ടണം. അതുകൊണ്ട് തന്നെ അവൻ ചുറ്റുപാടുമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവൻ ഹല്ലേലൂയ നിരവധി ആളുകൾ ഈ എഫേസോസിൽ വന്നു ചേരുന്ന പതിവുണ്ടായിരുന്നു. പൗലോസ് തന്നെയും എഫേസോസിൽ ചില നാളുകൾ പാർത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്ന സമയങ്ങളിൽ പൗലോസിലൂടെ കേട്ടതായിരിക്കുന്ന സുവിശേഷ നിമിത്തം അവിടെ കടന്നു വന്നതായിരിക്കുന്ന ജനങ്ങള്, കടന്നു വന്നതായിരിക്കുന്ന വ്യക്തികൾ പൗലോസിലൂടെ സുവിശേഷം കേൾക്കുകയും അവർ കടന്നു ചെന്നതായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ലഭിച്ചതായിരിക്കുന്ന വിശ്വാസത്തെ അവിടെ ഹല്ലേലൂയ പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ ഇവർ കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവസഭകൾ സ്ഥാപിക്കപ്പെടുവാൻ, അവിടെയെല്ലാം യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഫേസോസില് ആമേൻ പൗലോസിനാൽ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ, എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഹല്ലേലൂയ, അവിടെ എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നു എന്നാണ് 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിൽ തന്നെയും, ഹല്ലേലൂയ, പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എഫേസിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല. പല ആമേൻ വേദ പഠിതാക്കളും പറയുന്നത് പൗലോസ് എഴുതിയതായിരിക്കുന്ന ലേഖനം എഫേസിലെ സഭയ്ക്ക് മാത്രമുള്ളതല്ല. എഫേസോസിൽ നിന്ന്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് എഫേസോസിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് ആമേൻ കടന്നുപോയ ആമേൻ വ്യക്തികൾ അവർ ചെന്ന സ്ഥലങ്ങളിലും ആമേൻ സ്ഥാപിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ എഫേസോസിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള ആമേൻ സഭകൾക്ക് കൂടി ആമേൻ ആണ് പൗലോസ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. മറ്റു സഭകൾക്കൊക്കെ ഈ ലേഖനം എഴുതുമ്പോൾ അത് ആ സഭകൾക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതുന്ന ലേഖനമാണ്. എന്നാൽ എഫേസ്യ ലേഖനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, എഫേസ്യ സഭയ്ക്ക് മാത്രമല്ല മറ്റു സഭകൾക്കും, ഹല്ലേലൂയ, ഒന്നുകൂടി പറഞ്ഞാൽ ആമേൻ ഇപ്പോഴുള്ള നമുക്ക് കൂടി വേണ്ടിയാണ് ആമേൻ പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സോറി. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം മറ്റു ലേഖനങ്ങളെ പോലെയല്ല. ഹല്ലേലൂയ, വളരെ ഈടുറ്റതായിരിക്കുന്ന വിശാലമായിരിക്കുന്ന നിരവധി കാര്യങ്ങൾ പൗലോസ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എല്ലാ സഭകൾക്കും ഈ ലേഖനം വളരെ പ്രയോജനകരമാണ്. നമുക്കെല്ലാവർക്കും ഈ ലേഖനം വളരെ പ്രയോജനകരമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളുടെ റാണി എന്ന ആമേൻ. ഈ ലേഖനത്തില് ആമേൻ സ്തോത്രം ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ആമേൻ സ്തോത്രം വീണ്ടും ജനനം പ്രാപിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന സകല കാര്യങ്ങളും ആമേൻ അവന്റെ ജീവനത്തിന്, ഹല്ലേലൂയ, ആമേൻ അവന്റെ ആത്മീയ ഭൗതികമായിരിക്കുന്ന ആമേൻ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആമേൻ ആത്മീയമായിരിക്കുന്ന നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന സകല കാര്യങ്ങളും ആമേൻ പൗലോസ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊതുലേഖനമാണ്, എല്ലാ സഭകൾക്കും ഉള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തായിരിക്കുന്ന ആമേൻ സ്തോത്രം നമുക്ക് കൂടി വേണ്ടിയുള്ളതാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ആമേൻ പ്രാർത്ഥനാ ഗ്രൂപ്പാണല്ലോ. ആമേൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്തൃദാസി എന്നോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എന്താ കർത്താവേ ആമേൻ ഈ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് പറയേണ്ടത് എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം നൽകിയതായിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഇത് ആമേൻ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പാ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആമേൻ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രയർ ഗ്രൂപ്പില് ആമേൻ ദൈവം നമ്മെ പ്രാർത്ഥനയാൽ ആമേൻ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ, ഈ ലോകത്തുള്ള സകല വ്യക്തികളും പ്രാർത്ഥിക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്ന ഒന്നാ. ആമേൻ, ഹല്ലേലൂയ. മറ്റു പല ആമേൻ സമ്പത്തുള്ളവന് അവൻ ഒരു പരിധിവരെ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യങ്ങള് ആമേൻ നിവർത്തിക്കാൻ വേണ്ടി സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. നല്ല വീടുള്ളവർക്ക് അവൻ ഒരു പരിധിവരെ സന്തോഷം ലഭിക്കാം. ഹല്ലേലൂയ. എന്നാൽ നല്ല വീടുള്ളപ്പോഴും ആമേൻ ആവശ്യത്തിന് സമ്പത്ത് ഉള്ളപ്പോഴും ആമേൻ ലഭിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സമാധാനമാണ് ആമേൻ പ്രാർത്ഥനയിലൂടെ ആമേൻ ജനം കൈവരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ഒരു സ്ഥലത്തു നിന്നും ആശ്വാസം ലഭിക്കുവാനോ സമാധാനം ലഭിക്കുവാനോ കഴിയാതെ വരുമ്പോൾ ആമേൻ മനുഷ്യൻ ആശ്രയിക്കുന്നതായിരിക്കുന്ന ഒരു ഇടമാണ് ദൈവസന്നിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുന്ന ഓരോ വ്യക്തിയും ആമേൻ പ്രാർത്ഥനയിലൂടെയാണ് അടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ലോക ജനങ്ങൾ മുഴുവനും ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആമേൻ. ദൈവമക്കള് ആമേൻ ദൈവത്തിൽ നിന്ന് സ്തോത്രം ആശ്രയം ലഭിക്കേണ്ടതിന്, ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കേണ്ടതിന്, ആമേൻ ദൈവത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ അനുഗ്രഹങ്ങളെ കൃപകളെ നേടിയെടുക്കേണ്ടതിന് ആമേൻ എപ്പോഴും ആമേൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തോട് പ്രാർത്ഥനയെ കുറിച്ച് പറയേണ്ടതില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ പൗലോസിൻ്റെതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം വായിക്കേണ്ടിയായി തീർന്നത്. ഹല്ലേലൂയ. അവിടെ സ്തോത്രം എഴുതിയിരിക്കുന്നത്
ജസ്റ്റ് ആ വാക്യം ഒന്ന് വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ? സ്തോത്രം. ആ സെന്റൻസ് 15-ാം വാക്യത്തിൽ തുടങ്ങി 19-ാം അധ്യായത്തിലാണ് വാക്യത്തിലാണ് അവസാനിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പൗലൂസിന്റെ ശക്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. പൗലൂസിന് വേണ്ടിയല്ല പൗലൂസ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എഫേസോസിലുള്ള ആമേൻ സ്തോത്രം വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കും വേണ്ടി ആമേൻ പൗലൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്നാൽ നാം എല്ലാവരും എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിരവധി കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആമേൻ. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക്, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന അനുഗ്രഹത്തിന്, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹത്തിന്, ആമേൻ, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്, പൗലോസ് എഫേസോസിലുള്ള ദൈവജനത്തോട് ആമേൻ ഓർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മോടും ആമേ സ്തോത്രം പൗലോസ് ഓർപ്പിക്കുന്ന കാര്യമായത് ദൈവവചനം നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് പൗലോസ് ആമേൻ ഇവിടെ അറിയിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പൗലോസിനെ കർത്താവായ യേശുക്രിസ്തു ഡയറക്റ്റ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ ശിഷ്യനാക്കി തീർത്തതാണ്. യേശു തന്നെ വെളിപ്പെട്ട് ദമസ്കോസിൻ്റെതായിരിക്കുന്ന പടിവാതിൽക്കൽ വെച്ച് ഹല്ലേലൂയ ആമേൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ആമേൻ ഇവന് പ്രത്യക്ഷനായിട്ട്, നമുക്ക് ഭാഗങ്ങളൊക്കെയും അറിയാം. അവന്റെ യാത്രയിൽ ആമേൻ കർത്താവായ യേശുക്രിസ്തു പൗലോസിന് ആമേൻ പ്രത്യക്ഷനായി. ആമേൻ സ്തോത്രം. അവന്റെ കാഴ്ച ആമേൻ നഷ്ടപ്പെടുവേണ്ടിയായി തീർന്നു. അവിടെ വെച്ച് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് ആമേൻ ആമേൻ കർത്താവ് പറയേണ്ടിയായി തീർന്നു. അങ്ങനെ കർത്താവ് നേരിട്ട് തന്റെ ശിഷ്യനാക്കി തീർത്തവനാണ് ആമേൻ ഹല്ലേലൂയ ഈ പൗലോസ് എന്ന് പറയുന്നത്. ശിഷ്യനാക്കി എന്ന് പറഞ്ഞാല് ആമേൻ അപ്പോസ്തലിക ശുശ്രൂഷയാല് ആമേൻ ശുശ്രൂഷയിലേക്ക് വേർതിരിക്കപ്പെട്ടെന്ന് വെച്ചാൽ ഒരു അപ്പോസ്തലൻ എന്ന പദവിയിലേക്ക് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെ വേർതിരിക്കപ്പെട്ടതായ ഒരു ശിഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൗലോസിൻ്റെതായിരിക്കുന്ന വാക്കുകൾക്ക് വളരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രത്യേകതയുണ്ട്. ആമേൻ ദൈവം നേരിട്ട് സംസാരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം എല്ലാ ദൈവത്തിന്റെ വചനങ്ങളും ആമേ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ ഹല്ലേലൂയ ആമേ സ്തോത്രം വ്യത്യസ്തമായി ആമേ സ്തോത്രം കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് പോലെ ആമേ ഈ പൗലോസിൻ്റെതായിരിക്കുന്ന വാക്കുകളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്താ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ. നാം വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നുവെങ്കിലും ആമേ സ്തോത്രം നമുക്ക് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് അവൻ്റെ ഒരു വചനം നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ശരിയല്ലേ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, എന്തോരം കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നാൽ നമുക്ക് മറുപടി കിട്ടിയതായിരിക്കുന്ന ആ വിഷയങ്ങളൊന്നും എടുത്തു നോക്കിക്കേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമുക്ക് മറുപടി ലഭിക്കാത്തതായിരിക്കുന്ന വിഷയങ്ങളായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കാം? ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം മാത്രമാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നാം വല്ലാതെ യാചിക്കുന്നുണ്ട്, ആമേൻ നമുക്കത് ലഭിക്കാതെ പോകുന്നുവെന്ന. ഹല്ലേലൂയ. നമുക്ക് മറുപടി ലഭിക്കാത്തതായിരിക്കുന്ന വിഷയങ്ങളെ നാം ഒന്ന് നോക്കിക്കേ. അതില് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹിതം അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥനാ വിഷയത്തിൽ എത്രത്തോളം പ്രാധാന്യത ഉണ്ട് എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും എന്തുകൊണ്ടാണ് ആ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് നമുക്ക് തന്നെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അവിടെ പറയുകയാണ്, അവിടെ ഒരു 5 കൂട്ടം കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട് പൗലോസിന്റെ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. ഈ എഫേസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഉണ്ടോ?
സ്തോത്രം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ എഫേസോസിലുള്ളതായിരിക്കുന്ന ദൈവജനത്തിന് അവിടെ ഉള്ളതായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ, അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നോ, അവർക്ക് സമ്പത്ത് ഉണ്ടാകണമെന്നോ, അവരുടേതായിരിക്കുന്ന അവസ്ഥകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്നോ ഒന്നുമല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം മറ്റൊരു വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വെളിപ്പാടില്ലാത്തടുത്ത ജനം അധോഗതി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണ്? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമുക്ക് ജ്ഞാനം നൽകും. നിരവധി ജ്ഞാനം ഈ ലോകത്ത് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. നമ്മൾ നോക്കിക്കേ, എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പല കാര്യങ്ങളെ പഠിപ്പിക്കേണ്ടതിനുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങള്. ഹല്ലേലൂയ. ആമേൻ. സകല മേഖലകളിലുമുള്ളതായിരിക്കുന്ന ജ്ഞാനം ഈ ലോകം നമുക്ക് തരും. എന്നാൽ ആധ്യാത്മികമായിരിക്കുന്ന ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവിനാലാണ് സ്തോത്രം നമുക്ക് ദൈവിക ജ്ഞാനം ലഭിക്കുന്നത്. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന അതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ജ്ഞാനം നമുക്ക് എത്രത്തോളം ഉണ്ടെങ്കിലും ആ ജ്ഞാനം കൊണ്ട് നമുക്ക് ദൈവകൃപയിൽ അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഹിതത്തിന് വളരുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നാം വളരണമെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ജ്ഞാനം കൊണ്ടാണ്, അല്ലെ ദൈവം നൽകുന്നതായിരിക്കുന്ന വെളിപ്പാട് കൊണ്ടാണ് ദൈവ കൃപയിൽ നമുക്ക് വളരുവാൻ സാധിക്കും. നമ്മുടെ ആത്മീയ നിലവാരം ആത്മീയമായി, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് യഥാർത്ഥമായിട്ട് നാം അറിയണമെങ്കിൽ, അറിയേണ്ടതുപോലെ ദൈവത്തെക്കുറിച്ച് നാം അറിയണമെങ്കിൽ ദൈവം നൽകുന്ന ജ്ഞാനം കൊണ്ട് മാത്രമാണ് ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. കണ്ടോ? അതിന്റെ 17-ാമത്തെ വാക്യത്തില്, ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഉണ്ടോ. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമുക്ക് പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ, ദൈവത്തെക്കുറിച്ച് നാം അറിയേണ്ടതുപോലെ അറിയണമെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ, ദൈവിക ജ്ഞാനം, ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനം കൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസോട് എഫേസിലുള്ളതായിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ലോകമെന്ന് പറയുന്നത് വഷളത്വം നിറഞ്ഞ ലോകമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം സാങ്കേതിക വിദ്യകള് എല്ലാം വർദ്ധിച്ചു, പുരോഗമിച്ചു, കമ്പ്യൂട്ടർ യുഗമായി തീർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു സ്വിച്ച് ഇടുമ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൈവിരലുകൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ ഹല്ലേലൂയ മുമ്പിൽ സ്തോത്രം എത്തുന്നതായിരിക്കുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ആ ജ്ഞാനമൊന്നും നമ്മളെ ദൈവത്തിന് വേണ്ടി നിലനിർത്തുന്നതല്ല, ദൈവസന്നിധിയിൽ എത്തിക്കുന്നതല്ല. ഈ ലോകത്തിന്റെ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിന്റെ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നതാ. ഈ ലോകത്തിന്റെ ജ്ഞാനമെന്ന് പറയുന്നത് ശാസ്ത്രമാണ് ദൈവത്തെ കുറിച്ചും വലുതെന്ന് പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവികമായിരിക്കുന്ന ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്ന ദൈവം നൽകുന്ന ജ്ഞാനമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഈ ജനത്തിന്മേൽ പൗരുമാറാകണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം അത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്ക് മറ്റു ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ച് തരേണ്ടതിനേക്കാൾ അധികമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ മുമ്പിലുള്ള ലോകമെന്ന് പറയുന്നത് ഞാൻ ഇനി കടന്നു പോകുന്ന ലോകമെന്ന് പറയുന്നത് ഹല്ലേലൂയ എൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ വിരോധമായി നിൽക്കുന്ന ഹല്ലേലൂയ ലോകമാ. ആ ലോകത്ത് നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവികമായിരിക്കുന്ന പരിജ്ഞാനത്തിൽ വളരേണ്ടതിന് ദൈവത്തിന്റെ ജ്ഞാനം എന്നിൽ പകരണമേ, ദൈവിക വെളിപ്പാടിൽ പകരണമേ എന്ന് ഞാനും നിങ്ങളും അധികമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശക്തമായി നാം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമാണ്
നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലെ ലോകം വഷളത്വം നിറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആത്മീയത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ വിശുദ്ധിയോടെ നാം നിൽക്കണമെങ്കിൽ പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കുന്ന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം ഹല്ലേലൂയ ആമേൻ സ്തോത്രം വളരെ ആഴത്തിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്തുകൊണ്ടാ? നാം മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിന്റെ ദൈവം എന്ന് വെച്ചാൽ ആമേൻ തേജസ്സുള്ള ആമേനെ ക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം. നാം ദൈവകൃപയിൽ വളരാതിരിക്കേണ്ടതിന്, ദൈവത്തിലുള്ളതായിരിക്കുന്ന ആമേൻ സ്തോത്ര വിശ്വാസത്തിൽ ആമേൻ നിൽക്കാതിരിക്കേണ്ടതിന്, ദൈവത്തെക്കുറിച്ച് നാം അറിയേണ്ടതുപോലെ അറിയാതിരിക്കേണ്ടതിന്, ആമേൻ ദൈവത്തിൻ്റെതായിരിക്കുന്ന തേജസ് നാം കാണാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം ആമേൻ നമ്മുടെ ഹൃദയദൃഷ്ടികളെ ആമേൻ കുരുടാക്കുവാനിടയായി തീരും. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതിരിക്കേണ്ടതിന് ആമേൻ നമ്മുടെ ആത്മീയമായ കാഴ്ചയെ ആമേൻ ഹല്ലേലൂയ കുരുടാക്കി തീർക്കുവാനിടയായി തീരും. നമുക്കറിയാം, അന്ധരായിരിക്കുന്ന വ്യക്തികള് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ നിറമോ ആമേൻ ഭംഗിയോ ആമേൻ രൂപമോ ഒന്നും കാണുവാൻ അന്ധരായിരിക്കുന്നവർക്ക് കഴിയുകയില്ല. ആമേൻ അതുപോലെ തന്നെ ആമേൻ ശത്രുവായ പിശാച് ആമേൻ ജനത്തിൻ്റെതായിരിക്കുന്ന ഹൃദയദൃഷ്ടി ആമേൻ ഹല്ലേലൂയ കുരുടാക്കി കഴിഞ്ഞാൽ ആമേൻ യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തെ ആമേൻ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആ അനുഭവങ്ങളെ പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവത്തെ നാം എങ്ങനെ അറിയണമോ ഹല്ലേലൂയ ആ സ്തോത്ര അറിവ് നമ്മിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ തേജസ് നാം കാണാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ ദൈവത്തിൻ്റെതായിരിക്കുന്ന സുവിശേഷം നമ്മിൽ പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം പിശാച് നമ്മുടെ ഹൃദയദൃഷ്ടി ആമേൻ ഹല്ലേലൂയ കുരുടാക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ സാത്താൻ കുരുടാക്കുന്നതായിരിക്കുന്ന ഹൃദയദൃഷ്ടികൾ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന പദം കൊണ്ടോ ഹൃദയദൃഷ്ടി എന്ന. അല്ലല്ലേ പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന ദൃഷ്ടി എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മുഖത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ സൃഷ്ടിച്ചിരിക്കുന്ന 2 കണ്ണുകൾ മാത്രമാണ് നാം കാണുന്നത്. എന്നാൽ ആ കണ്ണുകൾ കൊണ്ട് ആമേൻ ദൈവികമായിരിക്കുന്ന തേജസ്സിനെ കാണുവാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ മഹിമയെ ആമേൻ നാം യഥാർത്ഥമായി ദർശിക്കുന്നത് നമ്മുടെ ഹൃദയദൃഷ്ടികൾ കൊണ്ടാണ്. ഹല്ലേലൂയ. ആ ഹൃദയദൃഷ്ടി കുരുടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളെ കാണാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിശാച് ആമേൻ ഹൃദയദൃഷ്ടി ആമേൻ കുരുടാക്കുന്നത്. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന എന്താണ്? ആമേൻ അങ്ങനെ പിശാച് കുരുടാക്കിയതായിരിക്കുന്ന ആമേൻ ഹൃദയദൃഷ്ടിയെ ആമേൻ പ്രകാശിപ്പിക്കുവാനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ നാം പ്രാർത്ഥിക്കണം, കർത്താവേ യഥാർത്ഥമായിട്ട് അങ്ങയെ അറിയേണ്ടതിന്, ആമേൻ അങ്ങയുടെ തേജസ് ഒന്ന് കാണേണ്ടതിന്, അങ്ങയുടെ മഹത്വം ഒന്ന് ദർശിക്കേണ്ടതിന് എന്റെ ഹൃദയദൃഷ്ടികളിൽ നിന്ന് പ്രകാശിപ്പിക്കണമെന്ന് ആമേൻ നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ നമ്മുടേതായിരിക്കുന്ന ആമേൻ കാഴ്ചകൾ, നമ്മുടേതായിരിക്കുന്ന ആമേൻ നോട്ടം ഈ ലോകത്തിൽ ഒതുങ്ങി നിന്നാൽ, നമ്മുടെ പ്രാർത്ഥന ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ആമേൻ അനുഭവങ്ങളിലൂടെ ഒതുങ്ങി നിന്നാൽ ആമേൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമാണ് ആമേൻ ദൈവികമായിരിക്കുന്ന മഹത്വത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന്റെ ദൈവം ആമേൻ ശത്രു പിശാച് ആമേൻ ജനത്തിന്റെ ഹൃദയത്തെ കുരുടാക്കുന്നത്, ഹൃദയദൃഷ്ടിയെ കുരുടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നാം ഇതൊക്കെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചേഞ്ച് വരുത്തണം. ശമനഘടകജനഗതിക. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചേഞ്ച് വരുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഹൃദയദൃഷ്ടികൾ ആമേൻ ഹല്ലേലൂയ പ്രകാശിപ്പാണ്ടിയായി തീരുകയുള്ളൂ. ആത്മാവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പിശാച് എന്ന് പറയുന്നത് ആമേൻ പ്രത്യക്ഷമായി നമ്മോട് വന്ന് പോരാടുകയല്ല. ആമേൻ നമ്മുടേതായിരിക്കുന്ന ആത്മമണ്ഡലത്തിലാണ് ആമേൻ പൈശാചികമായിരിക്കുന്ന പോരാട്ടങ്ങൾ നടക്കുന്നത്. ആമേൻ അതുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ ആത്മമണ്ഡലത്തിൽ പോരാടുന്നതായിരിക്കുന്ന ആമേൻ പൈശാചികനോട് നാം എതിർക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയോടെ ആമേൻ നാം ആത്മാവിൽ പോരാടിയെങ്കിലാണ് ആമേൻ പൈശാചികമായിരിക്കുന്ന ആമേൻ മണ്ഡലങ്ങളെ ആമേൻ തകർത്തുകൊണ്ട് നമുക്ക് വിജയം വരിക്കാനേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, ആമേൻ, ശത്രുവായവൻ കുരുടാക്കി വെച്ചിരിക്കുന്ന ആമേൻ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കേണ്ടതിന് ആമേൻ പൗലോസ് എഫേസുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആമേൻ നാമും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സഭയിലുള്ളവർക്കും ആമേൻ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ആമേൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ എൻ്റെ കൂടെ വസിക്കുന്ന ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മദൃഷ്ടി ആമേൻ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എൻ്റെ ചുറ്റുപാടും അധിവസിക്കുന്ന ആമേൻ യേശുവിനെ അറിയാതെ ജീവിക്കുന്ന ആമേൻ ജനത്തിന്റെ ആമേൻ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ദൈവം അത് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാ. ആമേൻ, ഹല്ലേലൂയ. രക്ഷകനായിരിക്കുന്ന, ഹല്ലേലൂയ, ആമേൻ, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, ആമേൻ, പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന, ആമേൻ, സ്വർഗത്തിന് ഓഹരിക്കാരനാക്കി തീർക്കുന്ന ആമേൻ യേശുവിനെ ഈ ലോകം അറിയണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ അറിയണമെങ്കിൽ ആമേൻ ജനത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാ. നിശ്ചയമായ ദൈവം പ്രവൃത്തി പരടിയായിത്തീരും. ഹല്ലേലൂയ. പൗലോസ് അതാണ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ വിളിയുടെ പിന്നിലെ ഉദ്ദേശം നാം അറിയണം. ഹല്ലേലൂയ. വിളിയാലുള്ള ആശ എന്നതെന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ആമേൻ ഒരുപക്ഷെ ഇതെന്തായിരിക്കും എന്ന് ചിന്തിക്കും. എന്നാൽ എന്തിനു വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം നാം അറിയണം. അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായിരിക്കാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവിക വിശുദ്ധിയിൽ നാം ജീവിക്കുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തോടൊരുമിച്ച് നിത്യകാലം വാഴുവാൻ വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അത് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മുടേതായിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് തുടരുവാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പരാജയപ്പെട്ടു പോകാതെ വണ്ണം ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിജയത്തോടെ മുന്നേറണമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മെ വിളിച്ച ആമേൻ വിളിയുടെ ഉദ്ദേശം നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പൗലോസ് സദാ എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം അത് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങനെ വിളിച്ചിരിക്കുന്നതായിരിക്കുന്ന ആമേൻ വിളിയുടെ ഉദ്ദേശം എന്താ? ആമേൻ, ആ വിളിയിൽ ആമേൻ ആ ഉദ്ദേശത്തിൽ ആ വിളിയുടെ ആശയിൽ നിലനിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഭൂഷാമാനറിയ ഹത്തുരഘടഗതിയ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ പവറോടെ നമുക്ക് നിൽക്കുവാൻ സാധിക്കും. ഷൂഡലഘടകസ്യ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തിരിച്ചറിവില്ലാതെ നാം പോകുമ്പോൾ ആമേൻ പലപ്പോഴും ആമേൻ, സ്തോത്രം, നമ്മുടെ ലക്ഷ്യത്തിലെത്താതെ വരും. നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, നാം പഠിപ്പിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ. അവർ നന്നായി പഠിച്ച് നല്ലൊരു നിലയിലെത്തണം. ആമേൻ. ഈ ഭൂമിയിൽ എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആമേൻ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത്. ആമേൻ. അവർ പഠിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സായി ആമേൻ നല്ല ജോലിയൊക്കെ അവർ നേടണം. ആമേൻ. അവരുടെ ജീവിതം ഭാവിയെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന ആമേൻ ചിന്തയോടെയാ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. ഓ റമാനഗസ്ത്യ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമുക്കറിയാം ഈ സ്തോത്ര മാധ്യമങ്ങളൊക്കെ നാം എടുത്ത് ആമേൻ പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആമേൻ അവരുടേതായിരിക്കുന്ന അനുഭവങ്ങൾ അവരേത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവരുടെ മാതാപിതാക്കൾക്ക് അവരെ കുറിച്ചുള്ളതായിരിക്കുന്ന ഉദ്ദേശം ആമേൻ അവർ യഥാർത്ഥമായി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ആമേൻ പല കുഞ്ഞുങ്ങളെയും നോക്കുമ്പോൾ ആമേൻ നമുക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരത് മനസ്സിലാക്കുന്നില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങളും ആമേൻ സ്തോത്രം വീട്ടിൽ നിന്ന് ആമേൻ സ്തോത്രം അപ്പനും അമ്മയും അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് ആമേൻ സ്തോത്രം വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അവർ പുറപ്പെട്ടതിന് ശേഷം അവരുടെ ലോകത്തിലാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ?
സ്തോത്രം. പല കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പല ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഹല്ലേലൂയ സ്തോത്രം തങ്ങളുടേതായിരിക്കുന്ന നില മറന്ന്, തങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെ ഉദ്ദേശങ്ങളെ മറന്ന് തങ്ങളുടെ ഭാവിയെ നോക്കാതെ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന മോഹങ്ങൾക്ക് അടിമപ്പെട്ട് സ്തോത്രം അവരുടേതായിരിക്കുന്ന ജീവിതം അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട്? എന്തിനാണ് തങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അവർ സ്കൂളുകളിലേക്ക് അയക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ആ തിരിച്ചറിവ്. ഹല്ലേലൂയ. അതിന്റെ പിന്നിലതായിരിക്കുന്ന അവരുടെ ഉദ്ദേശം കുഞ്ഞുങ്ങൾ തിരിച്ചറിയാതെ പോവുകയാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ് അതിന് വില കൊടുക്കാതെ മുമ്പോട്ട് പോകുക. അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങളാണ് സ്തോത്രം അവരുടേതായിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുള്ളതായിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ ഹല്ലേലൂയ സ്തോത്രം തകർന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാമും എങ്ങനെയാ? ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചത് എന്ന് ദൈവം നമ്മെ വിളിച്ചതിൻ്റെതായിരിക്കുന്ന പിന്നിലെ ഉദ്ദേശം നാം മനസ്സിലാക്കാതെ നാം യാത്ര തുടരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം വഴിയിൽ വെച്ച് തകർന്നു പോകുവാണ്ടിയായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഓരോ ദിവസവും ദൈവമേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചുവടുകളെ വെക്കുമ്പോൾ ഹല്ലേലൂയ നാം തകർന്നു പോകുകയില്ല, പരാജയപ്പെടുകയില്ല. ദൈവിക ഉദ്ദേശം നമ്മളുടെ നിവൃത്തി പാടിയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്ന് നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവിക മഹത്വം നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നാം തിരിച്ചറിഞ്ഞ് ദൈവിക മഹത്വം ഹല്ലേലൂയ ആ ദൈവികമായിരിക്കുന്ന ഹല്ലേലൂയ മഹിമാധനം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് നാം തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നാം നിസ്സാരക്കാരല്ല എന്ന് സ്തോത്രം വലിയവനായിരിക്കുന്ന കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ഹല്ലേലൂയ ആ അനുഭവം നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്ന് അവൻ അറിയണം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്ന അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ അളവറ്റ ശക്തി നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തി നമുക്ക് അളക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നാം അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പ്രാപിച്ചു, സ്തോത്രം നാം ദൈവത്തെ ആരാധിക്കുന്നു. അതല്ല, ഇതിലുപരിയായിട്ട് സകലത്തെയും ഭരിച്ചു നടത്തുന്ന ദൈവിക ശക്തി നാം ഒന്ന് അറിയണം. ഹല്ലേലൂയ. അതിന്റെ താഴോട്ടുള്ള ഭാഗം നാം വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഇത് ക്രിസ്തു യേശുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ ശക്തി ഈ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ അളവറ്റ അവന്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിവുള്ള ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുവാനായിട്ട് കഴിയുമെന്ന് നാം വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഈ ശക്തിയുടേതായിരിക്കുന്ന ഈ അളവറ്റ വലിപ്പം ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തരും. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മിലോട് സ്തോത്രം ഹല്ലേലൂയ ഈ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി സ്തോത്രം ഒന്ന് ചിന്തിക്കുവാൻ അപ്രകാരം ഒന്ന് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളുടെ വൻ കാര്യങ്ങൾ ചെയ്യേണ്ടിയായി തീരും. ഹല്ലേലൂയ. സകല അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽക്കീഴാക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി നാം അറിയണമെന്ന് സ്തോത്രം ദൈവം ആഗ്രഹിക്കുക. പൗലോസ് അത് പ്രാർത്ഥിക്കുക. എഫേസോസിലുള്ളതായിരിക്കുന്ന ദൈവജനം ഈ ശക്തി തിരിച്ചറിയണമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ്? ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയാളുന്ന ആശ എന്താണെന്ന് തിരിച്ചറിയണം. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്ന് നാം തിരിച്ചറിയണം.
ഹല്ലേലൂയ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആമേൻ അളവറ്റ വലിപ്പം നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ എഫേസോസിലുള്ളതായിരിക്കുന്ന വിശുദ്ധന്മാര്, ആമേൻ സ്തോത്രം, വിളിക്കപ്പെട്ട ദൈവജനം, ആമേൻ ഹല്ലേലൂയ, ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്ന് ആമേൻ പൗലോസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എഫേസോസിലെ ദൈവജനം മാത്രമല്ല, നാമും ഇത് തിരിച്ചറിയണം. ഈ പ്രാർത്ഥന നാമും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ആമേൻ ദൈവം നമ്മിൽ മഹത്വമെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ഭക്തി, ആമേൻ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ലോകത്തിൽ നാം വലഞ്ഞു പോകാതെ ആമേൻ സ്തോത്രം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ആഗ്രഹം, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മിലൂടെ നിവൃത്തിയാകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചേഞ്ച് വരട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, നമുക്ക് ഭക്ഷിപ്പാൻ തരണമേ എന്നല്ല, നമുക്ക് വസ്ത്രം തരണമേ എന്നല്ല, ആമേൻ നമുക്ക് സമ്പത്ത് തരണമേ എന്നല്ല, നമുക്ക് വീട് തരണമേ എന്നല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ എന്നല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വ്യത്യാസം വരട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ഭൗമികമായിരിക്കുന്ന തലത്തിലെ ആമേൻ പ്രാർത്ഥനകളിൽ ഒന്ന് മാറിയിട്ട് ആമേൻ നമ്മുടെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിലേക്ക് ഒന്ന് കയറട്ടെ. ആത്മീയമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് ആമേ സ്തോത്രം ചെയ്യിച്ചു വരുന്നുവെങ്കിൽ ആമേ നിശ്ചയമായിട്ടും ആമേൻ ഹല്ലേലൂയ ദൈവികമായിരിക്കുന്ന ആമേൻ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ ഹല്ലേലൂയ ധീരതയോടെ പവറുള്ള ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം സകലത്തെയും കീഴാക്കുന്ന ആമേൻ ദൈവശക്തിയോടുകൂടെ ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിപ്പാടിയായി തീരും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. നമ്മോട് എതിർക്കുന്ന ആമേ സകല പൈശാചിക മണ്ഡലങ്ങളെയും ആമേ തകർക്കുവാനുള്ള ദൈവിക അധികാരം അവനെ പ്രാർത്ഥനയുടെ കർത്താവ് നമ്മെ ഭരമേൽപ്പിക്കാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനേകരെ ആമേൻ കരം പിടിച്ച് നിർത്തുവാനുള്ള ആമേൻ ദൈവിക അധികാരം, ദൈവിക പവർ, ദൈവിക ശക്തി നമുക്ക് നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചേഞ്ച് വരട്ടെ. ആമേൻ ഹല്ലേലൂയ. റോസ് ഫാമിലി ആമേൻ പ്രയർ ഗ്രൂപ്പിനെ ഹല്ലേലൂയ കർത്താവ് ഈ നിലകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹല്ലേലൂയ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം വ്യത്യാസം വരുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ഹല്ലേലൂയ ദൈവത്തിലായിരിക്കുന്ന രാജ്യത്തിന്റെ മുതൽക്കൂട്ടുകളായി ഹല്ലേലൂയ ശത്രു രാജ്യത്തെ തകർക്കുന്ന ആമേൻ ശക്തമേറിയ ആയുധങ്ങളാക്കി ആമേൻ കർത്താവ് വരും കാലങ്ങളിൽ നാം ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശക്തരായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ യോദ്ധാക്കളായി കർത്താവ് നമ്മെ മാറ്റുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ എനിക്ക് അനുവദിക്കപ്പെട്ടതായിരിക്കുന്ന സമയം ഹല്ലേലൂയ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥന മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആമേൻ സ്തോത്രം, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ആമേൻ കർത്താവ് ദാനം ചെയ്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്. നാം ചോദിക്കുന്നതിന് മുമ്പേ കർത്താവിനെ അറിയാം. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ട. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ ഈ വിഷയങ്ങളെ നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിലേക്ക് ആമേൻ നമുക്കൊന്ന് എഴുതി ചേർക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.